ദാരിദ്ര്യവും അനുഭവിക്കുന്ന ധാരാളം ആളുകൾ പലതരത്തിലുള്ള രോഗബാധിതരായി കഷ്ടപ്പെടുകയാണ്. ഈ രവി സൂചിപ്പിച്ചതുപോലെ സുലൈമാൻ ഗ്രന്ഥശാല ഈ മേഖലയിൽ കരുനാഗപ്പള്ളിയുടെ എല്ലാ മേഖലയിലും സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച സംസ്ഥാനമാണ്. അതിനും എല്ലാ ആളുകൾക്കും അറിയാം. ഇത്തരത്തിലുള്ള ധാരാളം പരിപാടികൾ ശസ്ത്രക്രിയ, ഇന്നലെ ശസ്ത്രക്രിയ ആളുകളെ തിരഞ്ഞെടുക്കുന്നത് ഉൾപ്പെടെയുള്ള ധാരാളം വൈദ്യ പരിശോധനയുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഗ്രന്ഥശാല നടത്തിയിട്ടുണ്ട്. ഈ തിമിര ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് നടത്താപ്പെട്ട എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട് പലതവണ പരിപാടി നടത്തിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സാംസ്കാരിക സംഘങ്ങൾ ധാരാളം ഇത്തരത്തിലുള്ള വൈദ്യ പരിശോധന കേന്ദ്രങ്ങൾ നടത്താറുണ്ട്. ഇത്തരത്തിലുള്ള രോഗികൾക്ക് ഒരു വഴികാട്ടി കൊടുക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സംഘടനയുടെ പ്രധാന ലക്ഷ്യം. സുലൈമാൻ ഗ്രന്ഥശാല ഇതിന് ഒരു വഴികാട്ടിയായി നിൽക്കുകയാണ്. നിങ്ങളുടെ രോഗം നിർണയിക്കുന്ന വലിയ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് തുടർന്ന് വരുന്ന നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവിടെ ഹോസ്പിറ്റലിലെത്തിക്കുക, ഇതുമായി ബന്ധപ്പെട്ട തുടർന്നുള്ള എല്ലാ സഹായങ്ങളും സുലൈമാൻ ഗ്രന്ഥശാലയിൽ നിന്നുണ്ടാവും. ഇന്ത്യൻ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഞങ്ങൾ ശസ്ത്രക്രിയ സഹായ ക്യാമ്പ് നടത്തിയിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ശസ്ത്രക്രിയ നടത്തി അത് വിജയിച്ച ധാരാളം രോഗികൾ വന്ന് സുലൈമാൻ ഗ്രന്ഥശാലയിൽ ആവശ്യപ്പെട്ടുള്ള ആശ്വാസ നടപടികൾ ചെയ്തു കൊടുത്തതിന് അവർ ഒന്ന് നന്ദി പറഞ്ഞിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ പാവപ്പെട്ടവർ ബുദ്ധിമുട്ടാണ്. സാമ്പത്തികമുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ക്യാമ്പുകളിൽ പങ്കെടുക്കാതെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ശസ്ത്രക്രിയ നടത്തി എത്ര രൂപയും കൊടുത്ത് അവർ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നിശ്ചയിക്കുക. ഈ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അതിനുള്ള ആവശ്യമായ കണ്ണട ഉൾപ്പെടെ ഹോസ്പിറ്റലിൽ നിന്ന് നൽകി വരികയാണ്. തുടർന്ന് തൊട്ടടുത്തായതുകൊണ്ട് നിങ്ങൾക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുകയും അതുകൂടാതെ ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള സുലൈമാൻ ഗ്രന്ഥശാലയിൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തുടർന്നുള്ള ആവശ്യങ്ങൾ സഹായങ്ങൾക്ക് അവിടെ വന്നുകൊണ്ട് നിങ്ങൾ സഹായിക്കുകയും. അപ്പോൾ സാധാരണക്കാരായ പാവങ്ങൾക്ക് അല്പമാശ്വാസം നൽകുന്നതിന് ആശ്വാസകരമായ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം. ഈ ക്യാമ്പിൽ പങ്കെടുത്തിരിക്കുന്ന കൂടുതൽ പ്രായമായ പാവങ്ങളായ ആളുകളാണ്. വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അപ്പോൾ ഈ ക്യാമ്പിൽ അവരെത്തി അത് നിർണയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അവർ തന്നെ നിശ്ചയിക്കും. ക്യാമ്പിൽ പോകേണ്ട ദിവസത്തിലെത്തിയും അത് കൊണ്ടുപോകുന്നതിനാവശ്യമായ സഹായങ്ങൾ ഉണ്ടാവും. ഈ ക്യാമ്പിൽ പങ്കെടുക്കും. തുടർന്നും ഞങ്ങൾ പരിപാടി ജില്ലാ കമ്മിറ്റന്മാരാണ്. അവർ ക്യാമ്പിൽ ആദ്യം ധരിക്കണം.